ഇന്ന് നമുക്ക് ശംഖുപുഷ്പം കൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കാം. ആരോഗ്യത്തിന് വളരെയധികം ഗുണമുള്ള ഒരു പൂവാണ് ഇത്. ഇത് ആയുർവേദത്തിൽ മരുന്നായി നല്ലതുപോലെ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടെ ഇതെടുത്ത് ചായ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ ഇതിനിടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ശംഖുപുഷ്പത്തിന് മറവി, ഡിപ്രഷൻ ഇതെല്ലാം മാറ്റാൻ കഴിവുണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞങ്ങളിത് ചായ ഉണ്ടാക്കി കുടിക്കുന്നത്. അങ്ങനെ ഇന്ന് കൊഴുക്കട്ട ഉണ്ടാക്കാം എന്ന് കരുതി. ഈ പൂവ് ഉണക്കി വെച്ചതാണ് ഇത്. 2.5 കപ്പ് വെള്ളം വെച്ച് അത് തിളച്ച് വരുമ്പോൾ പൂക്കൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ കളർ മാറി വരും. അതിനുശേഷം ഇത് അരിച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 2.5 കപ്പ് വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോഴാണ് അതിലേക്ക് 2.5 കപ്പ് പൊടിയിടേണ്ടത്. ഇനി അഥവാ നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോയാൽ കുറച്ച് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ കുഴച്ച് മാറ്റി വെച്ചതാണ് ഇത്. ഈ മാവിലേക്ക് 1 ടീസ്പൂൺ പശുവിൻ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 200 ഗ്രാം ശർക്കര എടുത്ത് ഉരുക്കി അരിച്ച് അതിലേക്ക് ഒരു വലിയ മുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇതിലെ വെള്ളമെല്ലാം വറ്റിച്ച് കൊഴുക്കട്ടയുടെ ഉള്ളിൽ വെക്കേണ്ട പാകമാവുന്നതുവരെ ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കായയും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ഉരുട്ടേണ്ട പാകമായാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവെടുത്ത് ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് ശർക്കരയുടെ കൂട്ട് വെച്ച് ഒന്ന് മൂടി കൊഴുക്കട്ടയുടെ രൂപത്തിൽ ഉരുട്ടിയെടുക്കാം. ഇങ്ങനെയെല്ലാം ഉരുട്ടിയെടുത്ത ശേഷം നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഈ പൂവ് നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ ആയുർവേദ മരുന്ന് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഈ ഹെൽത്തിയായ കൊഴുക്കട്ട നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.